സോ വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് എക്സ്കോബിയുടെ വേർഷൻ 1 ആയിട്ടാണ് വന്നിരിക്കുന്നതെങ്കിലും ഞാൻ എൻ്റെ ഇത് UI ചാനൽ ഇട്ടിട്ടാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സെറ്റപ്പ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് MD മാനേജർ ഓപ്പൺ ആക്കാം. അതിൻ്റെ അകത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പോയാൽ മതി, അല്ലെങ്കിൽ ആ ടെലഗ്രാമിൽ തന്നെ ക്ലിക്ക് ആക്കിയിട്ട് ഡൗൺലോഡ് ആക്കാൻ പറ്റും. MD മാനേജറോ സെർച്ചറോ സെലക്ട് ആക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഫയലിലോട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഫയൽ ഓപ്പൺ ആക്കാം. ഫയൽ ചെയ്യാണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും വേർഷൻ 1 സേഫ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് അതിൻ്റെ അകത്ത് ക്ലിക്ക് ആക്കുമ്പോഴത്തേക്കും ഒരു പാസ് വേണം അത് ഡൗൺലോഡ് ആക്കാൻ വേണ്ടിയിട്ട്. പാസ്സാണെങ്കിൽ ഞാൻ വീഡിയോ കൊടുത്തേക്കാം, ഇൻസ്റ്റാൾ ആക്കാം. അപ്പോൾ ഒരു പാസ് വരും, ആ പാസ് അടിച്ചു കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ആക്കുക ഗൈസ്. പാസ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട് ഗൈസ്, അപ്പോൾ അത് ഡൗൺലോഡ് ആവട്ടെ. ഡൗൺലോഡ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് അവിടെ ഇത് ലോഡായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ആക്കുക ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചിലപ്പോൾ വരത്തുള്ളൂ. അപ്പോൾ അത് മോർ ഇൻസ്റ്റാൾ ക്ലിക്ക് ആക്കിയിട്ട് ഒന്ന് സ്കാൻ ആപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാൾ തൊട്ട് സ്കാനിങ് കൊടുക്കാം. ഇത് ക്ലിക്ക് ആക്കുമ്പോഴത്തേക്കും ഒരു നിങ്ങളുടെ പാസ്വേഡ് ചെയ്യാനും. ഇപ്പോൾ മൊത്തത്തിൽ ബ്ലാക്ക് ആയിട്ട് ആയിരിക്കുന്നത് ഇങ്ങനെ മൊബൈലിൻ്റെ പാസ്വേഡ് ചെയ്തിട്ട് ആക്കാൻ പറ്റും, ഡൗൺലോഡ് ആക്കാൻ പറ്റും. അപ്പോൾ ഡൗൺലോഡ് ആക്കുക. എന്നിട്ട് ബാക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കാണ്ട് ഇവിടെ ആയിട്ട് നമ്മുടെ മോഡ് കിടക്കുന്നതാണ്. മോഡ് കണ്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ മോഡ് ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്കപ്പം ഇതാക്കാം, ഓപ്പൺ ആക്കാം. അപ്പോഴത്തേക്ക് നേരെ നമുക്ക് നമ്മുടെ സെറ്റിങ്സിലോട്ട് പോകും. അപ്പോൾ ഇവിടെ ആയിട്ട് ഫ്രീ ഫയർ മാക്സ് കാണാൻ പറ്റും. ഫ്രീ ഫയർ മാക്സ് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഡിസ്പ്ലേ ഓർ അലർട്സ് ഓൺ ആക്കുക. അപ്പോഴത്തേക്കും റെസ്ട്രിക്റ്റഡ് അലർട്സ് ആയിരിക്കും, അത് റിമൂവ് ആക്കി നിങ്ങളുടെ മൊബൈലിൽ പാസ്വേഡ് സെറ്റ് ആക്കുക. എന്നിട്ട് അത് ഓൺ ആക്കുക. എന്നിട്ട് ബാക്ക് ഇറങ്ങുക. അപ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ മോഡ് കാണാൻ പറ്റും ഗൈസ്. മോഡിൻ്റെ അകത്തെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എയിം ഫയർ ഉണ്ട്, എയിം സ്കോപ്പ് ഉണ്ട്, എയിം ഫോർ ഉണ്ട്, എയിം സൈലൻ്റ് ഉണ്ട്, എയിം കില്ലുണ്ട്, ഓട്ടോസോപ്പ് ഉണ്ട്, പിന്നെ നൈറ്റ് മോഡ് ഉണ്ട്. നൈറ്റ് മോഡ് ആണെങ്കിൽ ESP ഫംഗ്ഷൻ ഉണ്ട്, ESP എനേബിൾ ഉണ്ട്, ESP ലൈന്, ESP ബോക്സ്, ESP ഹെൽത്ത്, ESP ഫയർ ബ്രോ, ഇത്ര നോക്കാം. പിന്നെ ബ്രൂച്ചർ ഫാൻസ് സ്പീഡ് 10x വേണമെന്ന് നോക്കാം. പിന്നെ ഡയമണ്ട് ആക്ക് ഉണ്ട്, അത് ഉണങ്ങി ആക്കുന്നതാണ്. പിന്നെ ഇത് ഇറ്റാച്ചി ലുക്ക് നമ്മുടെ ഓരോ ബണ്ടിൽസ് ഇടുന്നതാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇറ്റാച്ചി ലുക്ക് ഇങ്ങനെ ഓണാക്കിയിട്ടാണ് കയറുന്നത്. അപ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു അക്കൗണ്ട് കയറാൻ പോകുന്നു, ഡൗൺലോഡ് കയറാൻ പോകുന്നു. ഞാനൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്, ഗസ്റ്റ് ഐ ഡി ആണ്. അപ്പോഴത്തേക്കും കയറുമ്പോഴത്തേക്കും കൺഫേം കൊടുക്കുമ്പോഴത്തേക്കും ഞാനിപ്പോൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ ബോഡി ക്ലിക്ക് ചെയ്ത് എമൗണ്ടൊക്കെ കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഇറ്റാച്ചി ലുക്ക് ചെയ്യുന്നതാണ്. ഒന്നുമില്ല നോക്കിട്ടെ ആയിരത്തി നോക്കാം. ഇല്ല ഗൈസ്. അപ്പം നിങ്ങളത് ഓണാക്കി റീചാർജ് നിങ്ങൾ ഓണാക്കാൻ വേണ്ടി ഗൈസ്. പിന്നെ അത് ഓഫാക്കിയിട്ടായിരുന്നു. പിന്നെ ഡയമണ്ട് ആക്ക് ഉണ്ടാകും, ഓണാക്കി ചിലപ്പോൾ അക്കൗണ്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അത് ഓണാക്കണ്ട. ഇപ്പോൾ ഒരു കാഷ് കോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് ഓണാക്കേണ്ട ഏതാണെന്ന് പറയാം. എനേബിൾ ഫംഗ്ഷൻ, എയിം ഫയർ, എയിം സ്കോപ്പ്, ഫോർ 3 ഓട്ടോഷോപ്പ് ആണെങ്കിൽ കുറച്ച് പാടാക്കി പിന്നെ സ്പീഡായിട്ടാണെങ്കിൽ ഇത് രണ്ടും ഓണാക്കി പെട്ടെന്ന് കാണാൻ കണ്ടത്ര സ്പീഡ് കിട്ടും. പിന്നെ ഓട്ടായിട്ടാണ് അടിച്ച് കിട്ടുക. പെട്ടെന്ന് എല്ലാവരും അടിച്ചിടാൻ പറ്റും. അത്ര അതൊക്കെ ഹാക്കാണ്. ചിലപ്പോൾ അടുക്കളയെ കാണിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്ത് കാണിച്ചത്. പിന്നെ നമ്മൾ എനിമിയെ നമ്മുടെ ടീമേറ്റിനെ പോയി ഇങ്ങനെ എനിമി ഏതായാലും ആരെയാണെങ്കിലും ഇങ്ങനെ പോയി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പറ്റി. ഇപ്പോൾ ഹാക്കറാണ് ഞാൻ റിപ്പോർട്ട് അടിക്കുക. ഞാൻ ഹാക്കറാണ്, എന്താ ചെയ്യാനാ, ഇല്ല നാട്ടുപോലത്തെ ഹാക്കർ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ഈ കളി ഞാൻ കാണിച്ചു തരാം. ഇക്കളി സെറ്റാണ്. ടൈം ആവട്ടെ, വെളി ഇറങ്ങാൻ ഉണക്കാം ഗൈസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ കളി ഞാൻ എടുക്കാൻ പറ്റിയില്ല ക്ലിപ്പ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ തൊട്ട് ഞാൻ ടെമക്സ് ഇടാൻ പോകണം, കാണിച്ചു തരാം അങ്ങനെ കളിക്കുന്നത് കണ്ടോ. ഞാൻ പോയി തൊട പോലും വേണം, നമ്മൾ ഫയർ ബട്ടൺ ഞാൻ തൊടുന്ന പോലും ഇല്ല. എന്നിട്ട് ഞാൻ എടുത്തിട്ട് അടിച്ചിട്ട് അത് ഹാക്കറാണ് ഗൈസ്. ഇപ്പോൾ ഹാക്കറാണ് റങ്ക് എന്ന് പറയുന്നത്. ഹാക്കർ ഉണ്ട് റങ്കാ എനിക്കറിയില്ല. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ നേരെ ബൈ ബൈ.
കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്ക് ബാക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് ഓണായി കിടക്കും നമുക്ക് നമ്മളെ ബാക്ക് ഇറങ്ങും കളി വന്നിട്ട് അങ്ങനെ കളി ചെയ്യുന്നില്ല ഇതാക്കുമ്പോഴത്തേക്കും ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കളി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ഓണായി കിടക്കും എല്ലാം അപ്പം തന്നെ ഓഫ് ആക്കണം അതാണ് ഒരുപാട് എല്ലാം അപ്പം ഓഫ് ആക്കി വേണം ഓഫ് ആക്കിയിട്ടില്ലെങ്കിൽ ബാൻ പെട്ടെന്ന് കിട്ടും പിന്നെ ഇതിങ്ങനെ ഫ്ലോത്തിങ് ആയിട്ട് ഇങ്ങനെ നടക്കും ഇങ്ങനെ പോകും അതിനാണെങ്കിൽ നമ്മൾ ബാക്ക് ഇറങ്ങാം അതിൻ്റെ ഈ ഫ്രീ ഫയർ ക്ലിക്ക് ആക്കി പിടിക്കുമ്പോൾ ഇവിടെ ഒരു ഐക്കൺ വരും ഈ ഐക്കണിൽ ക്ലിക്ക് ആക്കുമ്പോഴത്തേക്കും നേരത്തെ വന്ന് ഈ ഡിസ്പ്ലേ ഓൺ അതർ ആപ്സിൽ അത് ഓണാക്കി നടക്കും അത് ഓഫ് ആക്കിയിട്ടാൽ മതി അപ്പം ബാക്ക് ഇറങ്ങുന്ന സാധനം കാണത്തില്ല അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ